ഹലോ ഗായ്സ്, ഈ കൊറോണ കാലത്ത് നമ്മൾ വണ്ടിപാതമാരെ അരട്ടുന്ന ഒരു പ്രശ്നമാണ് എങ്ങോട്ട് തിരിഞ്ഞാലുമുള്ള MVDയുടെ വണ്ടി ചെക്കിങ്. സൈലൻസർ, ഹെഡ്ലൈറ്റ്, അലോയ് വീൽ, അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്കിന് നല്ല തകൃതിയായി തന്നെ ഫൈൻ അടയ്ക്കുന്നുണ്ടെന്നാണ് വിവരം. എന്താണെങ്കിലും കുറച്ചു കാലത്തേക്കൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. RC, ഇൻഷുറൻസ്, ലൈസൻസ് ആൻഡ് പൊല്യൂഷനും പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം എപ്പോഴും കൈവശം വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? എന്നാൽ പരിവാഹൻ ആപ്പ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമുക്കിനി ടെൻഷൻ വേണ്ട. പരിവാഹൻ ആപ്പിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി പ്ലേ സ്റ്റോറിൽ നിന്ന് പരിവാഹൻ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് പരിവാഹൻ ആപ്പിന്റെ ഹോം പേജ്. ഇനി ഇതിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. ഇതിനായി മുകൾ ഭാഗത്തായിട്ട് കാണുന്ന സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആദ്യമായി ഉപയോഗിക്കുന്നവർ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി സൈൻ അപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആദ്യമായി നമ്മുടെ മൊബൈൽ നമ്പർ ഇതിലേക്ക് എൻ്റർ ചെയ്യുക. തുടർന്ന് വരുന്ന OTP ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. ഇനി പ്രൊഫൈൽ നെയിമും കൂടെ കൊടുത്തതിന് ശേഷം സൈൻ അപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ സൈൻ ഇൻ ആയിട്ടുണ്ട്. മുകളിലായി കാണുന്ന സെർച്ച് ബാറിൽ ഏത് RC നമ്പറോ അല്ലെങ്കിൽ ലൈസൻസ് നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ അവയുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകും. ഇനി നമ്മുടെ വണ്ടിയുടെ RC ബുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇതിനായി RC സെർച്ച് ബാറിൽ നമ്മുടെ വണ്ടിയുടെ RC നമ്പർ സെർച്ച് ചെയ്യുക. ഇപ്പോൾ RC നമ്പറും RC ഓണർ ഡീറ്റെയിൽസും നമുക്കിതിൽ ലഭ്യമാണ്. നമ്മൾ ഏത് RC നമ്പർ സെർച്ച് ചെയ്താലും ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മുടെ വണ്ടിയുടെ RC ബുക്ക് ഈ അക്കൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് ആഡ് ടു ഡാഷ്ബോർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വണ്ടിയുടെ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുക. ഇവ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ RC നമുക്ക് ഈ അക്കൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ RC ബുക്ക് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഫുൾ RC ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ്, ടാക്സ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇനി പോലീസ് ചെക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഈ രേഖകളൊന്നും കയ്യിൽ കരുതേണ്ട കാര്യമില്ല. പരിവാഹൻ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഡാഷ്ബോർഡിലുള്ള ഈ ഡീറ്റെയിൽസ് അവരെ കാണിച്ചാൽ മതിയാവും. മുകളിൽ കാണുന്ന അപ്ഡേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് RC ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അടുത്തതായി ഇനി ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇതിനായിട്ട് DL സെർച്ച് ബാർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലൈസൻസ് ഡീറ്റെയിൽസ് ഇതിൽ കാണാം. നമുക്ക് DL സെർച്ച് ബാർ ഉപയോഗിച്ചിട്ട് ഏത് ലൈസൻസ് നമ്പറും നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്യാവുന്നതാണ്. ആഡ് ടു ഡാഷ്ബോർഡ് ഓപ്ഷനിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും ഡാഷ്ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ചെക്കിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ കൈവശം ഡ്രൈവിംഗ് ലൈസൻസ്, RC, ഇൻഷുറൻസ്, ഫിറ്റ്നസ് ആൻഡ് ടാക്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല. ഡാഷ്ബോർഡിലുള്ള ഈ വെർച്വൽ RCയും DLയും കാണിച്ചാലും മതിയോ. ഇത് മാത്രമല്ല, ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന വണ്ടിയുടെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ലൈസൻസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കറിയാൻ സാധിക്കും. ഈ ആപ്പ് വഴി ടാക്സും അതുപോലെ തന്നെ എന്തെങ്കിലും ഫൈൻസ് ഉണ്ടെങ്കിൽ അതും അടയ്ക്കാൻ സാധിക്കും. ഇതിലെ സെർച്ച് ചലാൻ ഓപ്ഷനിൽ നമ്മുടെ RC നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ എന്തെങ്കിലും ഫൈൻസ് പെൻഡിങ് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെൻഡിങ് ഉള്ള ഫൈൻസ് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗായ്സ്, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് ഞാൻ ഇനി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.